കൂട്ടുകാരെ, പത്രമാറ്റം വമ്പൻ മാറ്റത്തിലേക്കാട്ടോ ഇനി വരാൻ പോകുന്നത്. പ്രേക്ഷക പ്രീതി നേടി ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും, ഇങ്ങനെ കുതിച്ചുകൊണ്ടേയിരിക്കും നമ്മുടെ പത്രമാറ്റം അല്ലെ. ഇനി നമ്മുടെ നയന, ഇനി നമ്മുടെ ദേവയാനി കൂടുതൽ സീരിയസ് ആകാൻ പോകുന്നതേ ഉള്ളൂ. ലിവർ ഡാമേജ് ആകും നമ്മുടെ ദേവയാനിക്ക്, എങ്ങനെ ലിവർ മാറ്റി വെക്കേണ്ടി വരും. അപ്പൊ പോരാത്തന്നെ നമ്മുടെ നയനയുടെ ബ്ലഡ് ഗ്രൂപ്പ് ആയിട്ടാണല്ലോ സെയിം. അപ്പൊ നയന ഈ ഒരു കാര്യം അറിയുമ്പോൾ തന്നെ നയന പറയുന്നുണ്ട്, ഞാൻ കൊടുത്തോളാം, എന്റെ കരൾ ഞാൻ പകുത്ത് അമ്മയ്ക്ക് കൊടുത്തോളാം, എനിക്ക് എന്റെ ജീവനയിലും വലുത് എന്റെ അമ്മയുടെ ജീവനാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഡോക്ടറോട് പറയുന്നുണ്ട്. അപ്പൊ ആദർശിന് ഇതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് സങ്കടം വരുവാണ്. ഇത്രയും നല്ല മനസ്സുള്ള ഒരു പെണ്ണിനെയാണല്ലോ അമ്മ അംഗീകരിക്കാത്തത് എന്നൊക്കെ ഇങ്ങനെ ഓർക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ദേവയാനി ആ ഒരു ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് പോകുന്നുണ്ട്. ദേവയാനിക്ക് അറിയില്ല നയനയാണ് തനിക്ക് കരൾ പകുത്ത് നൽകുന്നതെന്നട്ടോ. അമ്മയോടെ നയനയും ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കയറുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരുടെയും ഓപ്പറേഷനൊക്കെ സക്സസ് ആയി. ദേവയാനി ഒരു പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ നയനയും ആകെ കുറച്ച് അവശതയൊക്കെ ആണെങ്കിൽ കൂടി എന്താ പറയുക, നമ്മുടെ അനന്തപുരിയിൽ ആ ഒരു പഴയ എല്ലാവരും ആ ഒരു പഴയ രീതിയിലൊക്കെ തന്നെയായി. നമ്മുടെ ലൈഫ് സ്റ്റൈലും ഒക്കെ പഴയ പോലെ ആയിട്ടുണ്ട് കേട്ടോ. അതിനുശേഷമാണ്, കുറേ നാളുകൾക്ക് ശേഷമാണ് ദേവയാനിക്ക് പിന്നെ നമ്മുടെ നയനെ വെറുപ്പോട് വെറുപ്പ്. അപ്പോഴങ്ങനെ കലി അടങ്ങാനാവാതെ നമ്മുടെ ആദർശാണ് ഈ കാര്യങ്ങൾ തുറന്നു പറയുന്നത്. അമ്മയുടെ ഇപ്പോൾ ജീവൻ നിൽക്കുന്നത് പോലും ഇവൾ കാരണമാണ്, ഇവളുടെ കരളിന്റെ പാതിയാണ് അമ്മയിൽ ഓടുന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ആദർശ് തന്നെ എന്താ പറയാ, ക്ഷമ കെട്ട് സഹി കെട്ട് ഇങ്ങനെ വിളിച്ചു പറയുന്ന ഒരു രംഗങ്ങൾ തന്നെയാട്ടോ. അപ്പൊ തന്നെ നമ്മുടെ എന്താ പറയാ, ദേവയാനി നമ്മുടെ നയനയെ നെഞ്ചോട് ചേർത്ത് തലോടുന്ന ഒരു ദൃശ്യങ്ങൾ തന്നെയാട്ടോ നമ്മുടെ പത്രമാറ്റിൽ ഇനി വരാൻ പോകുന്നത്. അപ്പൊ എന്തായാലും ഒരു കിടിലൻ രംഗങ്ങൾ തന്നെയായിരിക്കും. നമ്മൾ പ്രേക്ഷകർ കുറെ നാളായി ആഗ്രഹിക്കുന്നു അല്ലെ, ഈ അമ്മായിമ്മ ഒന്ന് ഈ ഒരു മരുമകളെ അംഗീകരിച്ചിരുന്നെങ്കിൽ, ഒന്ന് സ്നേഹിച്ചിരുന്നെങ്കിൽ എന്ന് കൊതിക്കാത്ത പത്രമാറ്റി പ്രേക്ഷകരുണ്ടോ അല്ലെ. അപ്പൊ എന്തായാലും അതിമനോഹരമായിട്ടുള്ള നിമിഷങ്ങൾ തന്നെയായിട്ട് ഇനി വരാൻ പോകുന്നത്. മറക്കാതെ കാത്തിരുന്ന് കാണാം. അപ്പൊ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.